ഹലോ നമസ്കാരം. ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ ചിത്രം ബബ്ബബ്ബ. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു ശങ്കർ, മോഹൻലാൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിലീപ് അവതരിപ്പിക്കുന്ന റഡാർ എന്ന കഥാപാത്രം മുഖ്യമന്ത്രിയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും അവിടുന്ന് പിന്നീട് നടക്കുന്ന സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. പൊതുവെ ഞാൻ റിവ്യൂ പറയുന്ന സമയത്ത് പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനെ ഓർഡർ തിരിച്ചാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഈ സിനിമയുടെ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം കുറേ സ്ഥലങ്ങളിൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ സിനിമയിലെ കുറച്ച് നൃത്തരംഗങ്ങളും നന്നായിട്ടുണ്ട്. മോഹൻലാലിന്റെ ചില ഇടങ്ങളിലുള്ള പെർഫോമൻസുകൾ രസമുണ്ട്. സിനിമ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം അതിന്റെ തിരക്കഥയാണ്. അതിന്റെ വേൾഡ് ബിൽഡിങ്ങും അതുപോലെ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷനും ഒന്നും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു എവിടെയൊക്കെയോ ഏച്ച് കെട്ടിയാ മുഴച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് സിനിമയിലുടനീളം കാണാൻ പറ്റുന്നത്. സിനിമയുടെ മറ്റൊരു പ്രശ്നം ഇതിലെ ഡയലോഗുകളാണ്. ഡയലോഗുകൾ ഏറെയും ദിലീപിന്റെ മുൻ സിനിമകളിലുള്ള ഡയലോഗുകളുടെ റെഫറൻസുകൾ വെച്ചിട്ടുള്ള ഡയലോഗ്സ് ആണ്. ഒന്നും ഒരു പഞ്ചില്ല, ഒന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. എവിടെയൊക്കെയോ നമ്മൾ കേട്ടതും അറിഞ്ഞതും കണ്ടതുമൊക്കെ ആയിട്ടുള്ള സിനിമകളിലെ കഥകൾ എടുത്തു വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒരു സിനിമ മാത്രമാണ് ബബ്ബബ്ബ. പിന്നെ ഈ സിനിമയുടെ പെർഫോമൻസുകളെ കുറിച്ച് പറയുമ്പം കുറച്ച് സ്ഥലത്തൊക്കെ ബൈജു സന്തോഷിന്റെ പ്രകടനം ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ ആ ഗ്രാഫ് താഴ്ന്നു പോകും, ഒരു ഇമ്പാക്റ്റും പിന്നെ ഉണ്ടാക്കില്ല. ദിലീപിന്റെ ഇതുപോലെ തന്നെയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ എവിടെയും ഒരു മീറ്ററിലേക്ക് കയറാതെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ ദിലീപിന്റെ പെർഫോമൻസ് പലയിടങ്ങളിലും ഓവർ ആക്ടിങ് ആണ്. ആ കഥാപാത്രത്തിന് കുറച്ച് മാഡ്നസ് ഉണ്ട്, കുറച്ച് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആളാണ് എന്നൊക്കെ സിനിമ ആദ്യമേ പറഞ്ഞ് ലൈസൻസ് എടുത്തിട്ട് അയാൾ തോന്നിയതുപോലെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് പ്രേക്ഷകൻ സഹിക്കണം എന്നർത്ഥത്തിൽ. വളരെ ഓവർ ആക്ടിങ് ആണ്. ആ ക്യാരക്ടറിന്റെ ഫോർമേഷനും ശരിയായിട്ടില്ല. അയാളുടെ എക്സ്പ്രഷൻസും അയാളുടെ ബിഹേവിയേഴ്സും ഒന്നും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു മാസ് കമേഴ്ഷ്യൽ സിനിമയിൽ വലിയ ലോജിക് ഒന്നും നമ്മൾ അല്ലെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു ലോജിക് ഇല്ല എന്ന് മാത്രമല്ല, ആ പ്രസന്റേഷനും ഒട്ടും ആസ്വാദ്യകരല്ല. പല ഘട്ടങ്ങളിലും ഇങ്ങനെ താടിക്ക് കൈയും വെച്ചിട്ട് സ്ക്രീനിലേക്ക് നോക്കി നിരാശയോടെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റിങ് ഒക്കെ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. പക്ഷെ ഒരു ഇമ്പാക്റ്റും ഇതൊന്നും സിനിമക്ക് ഉണ്ടാക്കുന്നില്ല. കാരണം സിനിമയിൽ ഒരു നല്ല കഥയില്ല, നല്ല പെർഫോമൻസ് ഇല്ല. ഈ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയും സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നില്ല. തീർത്തും തിയേറ്ററിൽ നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബബ്ബബ്ബ. നല്ലതെന്ന് പറയാൻ ഞാൻ ആദ്യം പറഞ്ഞ മോഹൻലാലിന്റെ പെർഫോമൻസ്, പിന്നെ കുറച്ച് മ്യൂസിക്കിന്റെ പാർട്ട്, കുറച്ച് ഡാൻസ് പെർഫോമൻസ് സീൻസ്, അത് കുറച്ച് കൊറിയോഗ്രാഫി ചെയ്ത സാധനങ്ങളൊക്കെ കാണാൻ രസമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഡെലിബറേറ്റ്ലി ഇതൊരു തിരിച്ചുവരവാണ്, ഗംഭീരമായിട്ടുള്ള ഒരു കംബാക്ക് ആണ് എന്ന് പ്രസ്താവിച്ചു കൊണ്ടുള്ള സീൻസും സിനിമയിൽ കുറേയുണ്ട്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന, അതിനെ ബലപ്പെടുത്തുന്ന ഒരു സിനിമയേ അല്ല ബബ്ബബ്ബ. 2025 ഏറ്റവും കൂടുതൽ നിരാശ സമ്മാനിച്ച സിനിമകളിൽ ഒന്നിലേക്കാണ് ബബ്ബബ്ബ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചേർത്ത് വെക്കുന്നത്. ദിലീപ് മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച് ഹിറ്റടിച്ച സിനിമകളുടെ എല്ലാ റെഫറൻസുകളും അതിലുപയോഗിച്ച വാഹനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഒരു എക്സിബിഷൻ നടത്തി വെച്ചൊരു സിനിമ എന്നൊരു ഫീലിംഗ് ആണ് കണ്ടിറങ്ങുമ്പോൾ ഉണ്ടാവുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പുതിയ ഒന്നും സിനിമ സമ്മാനിക്കുന്നില്ല. ഈ സിനിമ തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ട സമയത്ത് മറ്റൊന്നായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി എത്താം. സ്നേഹപൂർവ്വം, അഖിൽ ഗോവിന്ദ്. താങ്ക് യു.